സൗഭാഗ്യയുടെ വീട്ടിൽ കല്യാണപ്പന്തൽ ഉയർന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും സൗഭാഗ്യയുടെ വീട്ടിലേക്ക് തന്നെയാണ് നോക്കുന്നത്. സൗഭാഗ്യയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെയായിരുന്നു അവിടുത്തെ മെഹന്തി ആഘോഷം. മെഹന്തി ആഘോഷത്തിന് ശേഷം നാളെയുമായി വിവാഹ ആഘോഷം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അരുണിൻ്റെ അതായത് അർജുൻ്റെ സഹോദരൻ്റെ ഭാര്യയും മകളും ഇപ്പോഴും ആ വീട്ടിൽ തന്നെയുണ്ട്. സൗഭാഗ്യയുടെ ഒപ്പം തന്നെയാണ് താമസിക്കുന്നത്. ഇനിയൊരു താലികെട്ട് മാത്രം മതി എന്നതാണ് ഏറ്റവും വലിയ സത്യം. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എല്ലാവരുടെ ഫംഗ്ഷനെയും നമുക്ക് ഇവരെ കാണാൻ സാധിക്കുമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് എന്താണ് ഞങ്ങളോട് ആരോടും പറയാത്തതെന്ന് ചോദിച്ച് എല്ലാവരും എത്തുമായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് വിവാഹം നടക്കാൻ പോകുന്നതെന്ന് സൗഭാഗ്യ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഒളിപ്പിച്ച് വച്ചിട്ടൊന്നുമില്ല, വിവാഹം കഴിയാത്തത് കൊണ്ടാണ് പറയാത്തത്, കഴിഞ്ഞാലല്ലേ പറയാൻ സാധിക്കൂ എന്ന് അന്ന് അർജുനും സൗഭാഗ്യയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവായിട്ടുള്ള ആളുകളല്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ പറയുന്നത്? അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ പറയുമല്ലോ. ഇതാണിപ്പോൾ സൗഭാഗ്യയും എടുത്തു പറയുകയും ചോദിക്കുകയും ചെയ്യുന്നത്. സൗഭാഗ്യയുടെ സഹോദരൻ അതായത് അർജുൻ്റെ സഹോദരൻ തന്നെയാണ് ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നത്. സൗഭാഗ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് എന്ന് തന്നെ പറയാം. സൗഭാഗ്യയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ സൗഭാഗ്യയുടെ വീട്ടിലെ ഏറ്റവും വലിയ വാർത്തയായി ഇത് മാറുന്നതും എന്ന് പറയണം. അത്രമേൽ താരങ്ങളെ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരും. സൗഭാഗ്യയുടെ വീട്ടിൽ എന്ത് വിശേഷം നടന്നാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് എന്ന് തന്നെ പറയുന്നു. അങ്ങനെയാണ് ഇപ്പോഴിതാ സൗഭാഗ്യയുടെ ഏറ്റവും പുതിയ വീഡിയോ എത്തിയിരിക്കുന്നത്. സൗഭാഗ്യയ്ക്ക് വേണ്ടി ഇപ്പോൾ മെഹന്തി അണിഞ്ഞെത്തിയിരിക്കുന്നതും അതുപോലെ മെഹന്തിയുടെ വാർത്തകളുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. സലീഹ ഷംനാദാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി മെഹന്തി അണിഞ്ഞെത്തിയിരിക്കുന്നത്. ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഈ മെഹന്തി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന് പറയാം. വിദ്യ അനാമിക എന്നാണ് ഇപ്പോൾ അർജുൻ്റെ ഏട്ടത്തിയമ്മയുടെ പേര്. കുറേയധികം നാളുകൾക്ക് മുമ്പായിരുന്നു അർജുൻ്റെ ഏട്ടത്തിയമ്മയുടെ മരണം എല്ലാവരും ഞെട്ടിച്ചിരുന്നത്. അതിനുശേഷം 2 മക്കളെ സൗഭാഗ്യ തന്നെയാണ് പൊന്നുപോലെ വളർത്തിയതും. ഇപ്പോൾ ഇത് അതിനുശേഷമുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ആ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന വാർത്തയും ഇതുതന്നെയാണ് എന്ന് പറയാം. ഇതിനു മുൻപ് സൗഭാഗ്യയുടെ വളകാപ്പ് സമയത്തും സൗഭാഗ്യയ്ക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഓടിയെത്തുന്നതും ഇതേ മെഹന്തി ആർട്ടിസ്റ്റാണെന്നാണ് പറയുന്നത്. ഈ മെഹന്തി ആർട്ടിസ്റ്റിനോടൊരു വല്ലാത്ത സ്നേഹവും ആത്മാർത്ഥയും ഒക്കെ സൗഭാഗ്യയ്ക്കുണ്ട്. ഇപ്പോഴത്തെ സൗഭാഗ്യയുടെ വീട്ടിൽ മെഹന്തി ആഘോഷം തുടങ്ങിയെന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ്. ഇനി ഓരോ ദിവസത്തെ ആഘോഷം കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് സൗഭാഗ്യയുടെയും അർജുൻ്റെയും വീട്ടിലേക്ക് ഒരു വിശേഷ വാർത്ത എത്തുന്നത്. മരണവാർത്തകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ. അതിൽ കൊച്ചുബേബി മാത്രമാണ് ഇവർക്ക് സന്തോഷമായി എപ്പോഴും നിലനിന്നുകൊണ്ടിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.